ദിവസത്തിന്റെ നല്ലൊരു പങ്കും ബസ്സിലോ ട്രെയിനിലോ യാത്രയ്ക്കായി നീക്കിവെക്കേണ്ടി വരുന്ന അമ്മമാരുടെയും അച്ഛന്മാരുടെയും നാടാണ് നമ്മുടേത്. കേരളത്തിലാണെങ്കിൽ അതിരാവിലെ ട്രെയിനുകൾ പലതും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഇങ്ങനെ ഓടുന്നവരെ കൊണ്ട് നിറഞ്ഞിരിക്കും. ഇതുപോലൊരു ഓട്ടമാണ് മലേഷ്യയിൽ സ്ഥിരതാമസമാക്കിയ ഇന്ത്യക്കാരി റേച്ചൽ കൗറിന്റെ ജീവിതം. CNA ഇൻസൈഡർ എന്ന സിംഗപ്പൂർ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അമ്പരപ്പിക്കുന്ന ദിനചര്യ റേച്ചൽ വെളിപ്പെടുത്തിയത്. എയർ ഏഷ്യ വിമാന കമ്പനിയുടെ ഫിനാൻസ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് മാനേജറായ റേച്ചൽ പക്ഷേ ദിവസവും യാത്ര ചെയ്യുന്നത് വിമാനത്തിലാണ്. മലേഷ്യയിലെ പെനാങ്ങിൽ നിന്ന് കോലാലംപൂർ വരെ പോയി ജോലി ചെയ്ത് തിരിച്ചു വരുന്നതാണ് ദിനചര്യ. രണ്ടു വഴിക്കുമായി 800 കിലോമീറ്ററാണ് യാത്ര. കൗമാരക്കാരായ 2 മക്കളുമൊത്ത് സമയം ചെലവഴിക്കാനാണ് ഈ ഓട്ടമെന്ന് CNA ഇൻസൈഡർ എന്ന സിംഗപ്പൂർ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ റേച്ചൽ കൗർ പറയുന്നു. കുറച്ചുകാലം മുൻപ് വരെ കോലാലംപൂരിൽ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുകയായിരുന്നു. ആഴ്ചയിൽ ഒരു തവണ മക്കളെ കാണാൻ പോകുകയുമായിരുന്നു. എന്നാൽ അവർ വലുതാകുമ്പോൾ തന്റെ സാന്നിധ്യം അത്യാവശ്യമാണെന്ന് റേച്ചൽ എന്ന അമ്മ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ഈ വഴി തിരഞ്ഞെടുത്തത്. കഷ്ടപ്പാടുണ്ടെങ്കിലും ദിവസവും രാത്രി അവർക്കൊപ്പം ചെലവിടാമെന്നതാണ് താൻ ഏറ്റവും വിലമതിക്കുന്നതെന്ന് റേച്ചൽ കൗർ വിശദീകരിക്കുന്നു. ഈ വിമാനയാത്ര സാമ്പത്തികമായി ബാധ്യത ഉണ്ടാക്കുന്നില്ലെന്ന് മാത്രമല്ല, അല്പം ലാഭവുമാണെന്ന് റേച്ചൽ കണക്കുകൂട്ടി പറയുന്നു. കോലാലംപൂരിൽ വാടക വീടിന് ഇന്ത്യൻ രൂപ 25,000 മുകളിലാകും. സ്റ്റാഫിനുള്ള ഡിസ്കൗണ്ട് കണക്കാക്കിയാൽ വിമാനയാത്രയ്ക്ക് മാസം 19,000 മാത്രമേ ആകുന്നുള്ളൂ. ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കഴിക്കുന്നതിനാൽ ആ വകയിലും ലാഭമുണ്ട്. എല്ലാം ചേർത്താൽ ഏതാണ്ട് 12,000 മിച്ചം വെക്കാൻ കഴിയുമെന്നും റേച്ചൽ പറയുന്നു. അപ്പോൾ കഷ്ടപ്പാടോ? പുലർച്ചെ 4-ന് ഉണർന്നാൽ അത്യാവശ്യം ജോലികൾ പൂർത്തിയാക്കി 5 മണിയോടെ വീട്ടിൽ നിന്നിറങ്ങും. കാർ സ്വയം ഡ്രൈവ് ചെയ്തെത്തി 5:55 വിമാനം പിടിക്കും. 3/4 മണിക്കൂറോളം വിമാനത്തിൽ. 6-ന് ലാൻഡ് ചെയ്താൽ 7:45 ഓഫീസിൽ കയറും. വൈകിട്ട് 6:30 മടങ്ങി രാത്രി 8 മണിയോടെ വീട്ടിലെത്തി മക്കളെ ഹോംവർക്കിൽ സഹായിക്കും. അവർക്കൊപ്പം ഭക്ഷണം കഴിക്കും. അങ്ങനെ പലതും നടക്കും. സിംഗപ്പൂർ ചാനലായ CNA ഇൻസൈഡറിന്റെ ക്ഷണം സ്വീകരിച്ച് അവരുടെ സ്റ്റുഡിയോയിലെത്തിയാണ് ജോലി ജീവിതം ഒത്തുകൊണ്ടുപോകുന്ന ഈ ട്രപ്പീസ് റേച്ചൽ വിശദീകരിച്ചത്. റേച്ചലിനൊപ്പം യാത്ര ചെയ്ത് ഷൂട്ട് ചെയ്തും ഈ നിശ്ചയദാർഢ്യത്തിന്റെ നേരനുഭവം ചാനൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അസാധ്യമെന്നാണ് പലരും ഇതിനെ പറയുന്നത്. സൂപ്പർ മോം എന്ന വിശേഷണത്തോടെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത റേച്ചലിന്റെ വീഡിയോ 30 ലക്ഷത്തോളം പേർ കണ്ടു കഴിഞ്ഞു.